السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിലിരിക്കുന്നതും ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വാലിഹായ അമലായി നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്ദിയുറങ്ങുന്നവർ, അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ ദുനിയാവിൽ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നത് തന്നെ നിരവധിയാണ്. ഇന്ന് പുറത്ത് ശക്തമായ ചൂടാണ്, അകത്ത് AC-യുടെ തണുപ്പാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ, ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രയാസകരമായി ഏകദേശം 40 ഡിഗ്രിയോട് അടുത്ത്, അതല്ല പഠനം അനുസരിച്ച് 45 വരെ എത്താവുന്ന രീതിയിൽ നമ്മുടെ ചൂടിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ചൂടുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അല്ലാഹു നമ്മയും കുടുംബത്തെയും നാടിനെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ മുഅ്മിന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വലിയ ചിന്തകൾ അത്യാവശ്യമാണ്. സൂര്യൻ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ആ സൂര്യന്റെ എല്ലാവിധ സെറ്റിംഗ്സും അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ഈ സെറ്റപ്പിൽ എന്തുകണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർക്കോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾക്കും ആ സൂര്യന്റെ ചൂടൊന്ന് കുറക്കാനുള്ള പുതിയ സംവിധാനം എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി അവിടെ മനുഷ്യ ജീവിതത്തിന് യോഗ്യമാണോ എന്ന് പരീക്ഷണം നടത്തുന്ന പുതിയ ചരിത്രത്തിൽ, അല്ലെങ്കിൽ അത്തരം വീക്ഷണങ്ങൾക്ക്, നമ്മൾ പഠനങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ എന്തേ ഈ ലോകത്തിന് മൊത്തത്തിൽ ആവശ്യമായ ആ സൂര്യനെ ഒന്ന് ചൂടൊന്ന് കൺട്രോൾ ചെയ്ത് മനുഷ്യന് പാകമായ രീതിയിൽ ഏത് സമയത്തും സംവിധാനിക്കാനുള്ളൊരു സെറ്റപ്പ് പുതിയ ശാസ്ത്രം നടത്താത്തതെന്തേ? അത് മനുഷ്യന്റെ കൈകളിൽപ്പെട്ട സംഗതിയല്ല പ്രിയപ്പെട്ടവർ. അത് പരിശുദ്ധ റബ്ബിന് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഒരു ഡിഗ്രി സെൽഷ്യസ്, ഈ സൂര്യന്റെ ചൂട് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യർ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ നിൽക്കുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന ഈ സൂര്യന്റെ താപമാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ സൂര്യന്റെ അനുഗ്രഹമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ സൂര്യന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ മനുഷ്യനെന്നല്ല ഒരു ജീവി പോലും, ഏകദേശം ലക്ഷക്കണക്കിന് ജീവികളെ, അല്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം ജീവികളെ ലോകത്തിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിക്ക് പോലും ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല സൂര്യനില്ലെങ്കിൽ എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യത്തിൽ നിന്നാണ്. ഏത് ജീവിയാവട്ടെ, സസ്യങ്ങളില്ലാതെ ജീവനില്ല. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, എന്നാൽ നമുക്കൊരു സംശയം, നമുക്ക് മാംസബുക്ക് മാത്രമായ ജീവികളോ, ആ മാംസബുക്ക് മാത്രമായിട്ടുള്ള ജീവികളെ, ആ ജീവികൾക്ക് വേണം ഭക്ഷണം. ഇലകളിൽ നിന്നാണ്, കായ്കനികളിൽ നിന്നാണ്, സസ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ജീവിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു സസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സൂര്യപ്രകാശം ലഭിക്കാതിരുന്നാൽ അതിൽ നടക്കുന്ന ഒരു പ്രക്രിയകളും നടക്കില്ല. ഗ്ലൂക്കോസ് ഉൽപാദനം പോലത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനെ പുറന്തള്ളുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ വിത്ത് മുളപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു സസ്യത്തിൽ നടക്കുമ്പോഴാണ് കായ്കനികൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ഭക്ഷ്യയോഗ്യമാകുന്നത്. ഈ പ്രവർത്തനത്തിന് സൂര്യതാപം അത്യാവശ്യമാണ്. അതാ പടച്ച റബ്ബിന്റെ അനുഗ്രഹമായിട്ട് ആ സൂര്യൻ അല്ലാഹു നിലനിർത്തിയിട്ടുള്ളത്. ഇനി രാപ്പകലുള്ള വ്യത്യാസത്തിനോ, പകലിൽ നിരന്തരമായി നമുക്ക് ലഭിക്കുന്ന വെളിച്ചം കൃത്യം വൈകുന്നേരം 6 മണി 6:45 ആ സൂര്യനെ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ പടച്ച റബ്ബ് രാത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പകൽ കൃത്യമായി തന്നെ 6 മണി 6:30 സമയമാകുമ്പോഴേക്ക് ആ സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നത് പോലെ ഈ ലോകത്തേക്ക് ഒരു വെളിച്ചമായി പടച്ച റബ്ബ് കൊണ്ടുവരുന്നത് ദൃഷ്ടാന്തമല്ലേ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധമായ സൂറത്ത് യാസീൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെയല്ലേ? വശംസു തജ്രീ ലിമുസ്തഖദ്ദിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. ഇത് പടച്ച റബ്ബിന്റെ കളിയാണ്, മനുഷ്യന്റെ കൈകളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. വശംസു തജ്രീ ലിമുസ്തഖദ്ദിൻ ലഹാ, സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുള്ള ഒരു
സഞ്ചാര പദമുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു സൂര്യനും ചില ചലനങ്ങളുണ്ട്, ഗോളങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള ചലനമുണ്ട്, സ്വന്തമായിട്ടുള്ള ചലനങ്ങളുണ്ട്. ഹീലിയവും ഹൈഡ്രജനും കൂടി ഉണ്ടായിട്ടുള്ള ആ സൂര്യനുണ്ടാകുന്ന വലിയ ഒരു ന്യൂട്രിയൻ റിയാക്ഷൻസുകളുണ്ട്. അപ്രകാരമാണ് ചൂടുകളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് സൂര്യനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ സൂര്യനെ നിയന്ത്രിക്കാൻ മനുഷ്യകുലത്തിന് കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം നമ്മുടെ ശരീരത്തിലേക്ക് താങ്ങാൻ കഴിയാത്ത ചൂട് ഈ ഭൂമിയിലേക്ക് പതിക്കുമ്പോ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ സൂര്യൻ ഈ ജീവിതത്തിലേക്ക് മനുഷ്യകുലത്തിന്റെ മാത്രമല്ല സകല ജീവികളുടെയും നിലനിൽപ്പിന് സൂര്യൻ അത്യാവശ്യവുമാണ്. ഇനിയോ തിരിച്ചൊന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടൊരു ഹദീസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നരകത്തീയുടെ ചൂടിന്റെ 1% 70 ഭാഗമായി ഭാഗിച്ചാൽ അതിന്റെ 1% മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളൂ. 50 ഡിഗ്രിക്ക് മേലെ ഒരു മനുഷ്യനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കുകയാണ്. 1005 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്ക് ഇരുമ്പ് ചൂടാവാണ്. ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുടെ വ്യവസായ ശാലകളിൽ വലിയ 1500 2500 ലക്ഷങ്ങൾ ഡിഗ്രി വരെ പോകുന്നുണ്ടെങ്കിൽ 15 മില്യൺ അപ്പുറം ഡിഗ്രി സെൽഷ്യസിലാണ് സൂര്യൻ തിളക്കുന്നത്. ഇതിന്റെ 70 ഇരട്ടിയാണ് പ്രിയപ്പെട്ടവരെ നാളെ നരകാവകാശികൾ കടക്കുന്ന നരകത്തിന്റെ ചൂടെന്നോ സ്വാദിഖുൽ മസ്തൂഖ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ കൂടി നമുക്കൊരു തിരിച്ചറിവ് വേണം. ഞാൻ ദീർഘിപ്പിക്കല്ല. ഇവിടെ കൂടി നമുക്കൊരു തിരിച്ചറിവ് വേണം. 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഈ സൂര്യന്റെ താപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീടുകളിൽ AC വെക്കുന്നവരാ നമ്മൾ. ഒന്നുള്ളവർ രണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. വേണം, എല്ലാ ആധുനിക സംവിധാനങ്ങളും വേണം. അല്ലാഹു നിർത്തി തരുമാറാവട്ടെ. പക്ഷേ ഇതിനേക്കാൾ 70 ഇരട്ടി കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ എന്ത് AC-യാ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്? എന്ത് മരുന്നാ നമ്മളെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതല്ലേ? നല്ല മാർഗത്തിലല്ലാതെ സഞ്ചരിച്ചു പോയ നരകത്തിൽ കടക്കുകയാണ്. ഈമാൻ അടിസ്ഥാനപരമുണ്ടെങ്കിൽ പോലും അവൻ ചെയ്ത തെറ്റിന്റെ കാലാവധി തീരും വരെ നരകത്തിൽ ശാശ്വതമായി നരകത്തിൽ കടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 70 ഇരട്ടി ഡിഗ്രി സെൽഷ്യസ് ഉള്ള അല്ലെങ്കിൽ ഭൂമിയെ ചൂടിനേക്കാൾ നിരവധി ഇരട്ടിയുള്ള ആ താപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ഉപാധികളാണ്, അല്ലെങ്കിൽ എന്ത് മരുന്നാണ്, എന്ത് പ്രതിവിധികളാണ്, എന്ത് എയർ കണ്ടീഷൻ സിസ്റ്റങ്ങളാണ് എന്റെയും നിങ്ങളുടെയും അടുക്കലുള്ളത് എന്നുകൂടി ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായും ഭൗതികമായും അതിന്റെ പരിഹാരം കണ്ടെത്താനും അതിലൂടെ പടച്ച റബ്ബിലേക്ക് മടങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഴ ലഭിച്ചില്ലെങ്കിൽ, വെള്ളം ലഭിച്ചില്ലെങ്കിൽ വല്ലാത്ത കഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ആ വെള്ളം എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതിന് വേണ്ട മരുന്ന് ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെറ്റപ്പ് ഈ ദുനിയാവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് സസ്യങ്ങൾ മുറിക്കാൻ പാടില്ല. ആ സസ്യങ്ങൾ നിലനിർത്തേണ്ടത് നമ്മളെ കടമയാണ്. അങ്ങനെ നിരവധി സംഗതികളുണ്ട്. അത് ഭൗതികമായി നമ്മൾ ചെയ്യുക തന്നെ വേണം. അല്ലാഹു നൽകിയിട്ടുള്ള വെള്ളം എന്നുള്ള സംഗതി ധൂർത്ത് കാണിക്കരുത് പ്രിയപ്പെട്ടവരെ. നദിയിലൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിലൂടെ വുളൂ ചെയ്യുമ്പോൾ അതിൽ ധൂർത്തുണ്ടോ എന്ന് ചോദിച്ച അനുചരനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 3-ലധികം വെള്ളം കുത്തിയൊഴുകുന്ന നദിയിൽ നിന്ന് 3-ലധികം കോരലിനെ ഒരു അവയവത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അതും ധൂർത്താണ്. പരിശുദ്ധ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാ. നമ്മുടെ വെള്ളം അമൂല്യമാണ്, പാഴാക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. വെള്ളമില്ലാത്ത നിരവധി പേർ നമ്മളുണ്ട്. അവർക്കൊക്കെ ദാനം കൊടുക്കാൻ ഉള്ള ആളുകൾ മുന്നോട്ടിറങ്ങണം. ഇത് ഭൗതികമായ സംഗതികളാണ്. അതുപോലെ തന്നെയാണ് ആത്മീയമായി നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നൂഹ് സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾ പടച്ച റബ്ബിലേക്ക് മടങ്ങൂ. അല്ലാഹു ഇസ്തിഗ്ഫാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്നുള്ള മായ ലഭിക്കും. പാപങ്ങളിലേക്ക് പോകാതെ, പച്ചയായ പടച്ച റബ്ബിന്റെ ധിക്കാരത്തിലേക്ക് പോകാതെ, സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴും ഈമാനിന്റെയും കുഫ്രിന്റെയും ഭാഗത്തിലേക്ക് പോകാതെ, പുതിയ പുതിയ തലമുറയിൽ വ്യത്യസ്ത രീതിയിലുള്ള കുഫ്രിന്റെ ഭാഗങ്ങൾ ഞാൻ അതിലേക്ക് പോകില്ല വരികയാണ്. എന്നിട്ട് നമ്മൾ പടച്ച റബ്ബിനോട് പറയാ വെള്ളമില്ല. എന്ത് നിരർത്ഥകമാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തൊക്കെയോ ആധുനിക സംവിധാനത്തിന്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പോലും നിരവധി തവണ പുതിയ തലത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും ഏതോ ഒരു ഫിലിം ഇറങ്ങിയപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും സോഷ്യൽ മീഡിയയിൽ. പരിശുദ്ധ ഈമാനിന്റെയും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥനകളെ പോലും മോശമായി പുച്ഛിക്കുന്ന രീതിയിലുള്ള കളിതമാശകൾ വരുമ്പോ അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നത് എന്നത് പ്രിയപ്പെട്ടവരെ എന്റെ ചെറുപ്പക്കാരെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹിനെ മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു മടങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാവലാണ്. ഇതിനൊക്കെ ആത്മീയമായ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളക്ഷാമങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ദുരിതത്തിലാകാതെ കൃത്യമായി പടച്ച റബ്ബ് ജീവിക്കാനുള്ള എല്ലാവിധ സുഖങ്ങളും അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണം തമ്പുരാനെ. ഞങ്ങൾ
ഞങ്ങൾക്ക് നീ മഴ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്, ദോഷങ്ങളെ കൊണ്ടാണ് തടഞ്ഞു വെച്ചതെങ്കിൽ പടച്ചറബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. കേവലം ഈ പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ സ്വകാര്യ പ്രാർത്ഥനകളിൽ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാറി നിന്ന് നേരായ മാർഗത്തിലേക്ക് ചലിച്ച് ഇത്തരം പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും നാടിനെയും നാട്ടുകാരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.